ഇല്ലാത്ത കാമുകന് വേണ്ടിയിട്ട് തൻ്റെ ചോരക്കുഞ്ഞിനെ കൊന്ന അമ്മയ്ക്ക് 10 വർഷം കഠിന തടവ്. ശരിക്കും ആ കേസ് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യയും ഭർത്താവിൻ്റെ സഹോദരിയുടെ മകളും ചേർന്ന് ഒരു തമാശ കാണിച്ചതിൽ നിന്ന് തുടങ്ങിയതാണ്. ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യയും ഭർത്താവിൻ്റെ സഹോദരിയുടെ മകളും ചേർന്ന് ഇവരടുത്ത് ഒരു വിഷ്ണു എന്ന ഒരു പേരിൽ ഇവരോട് ചാറ്റ് ചെയ്തു, പ്രണയത്തോടെ ചാറ്റ് ചെയ്തു. ഇവർ തമ്മിൽ ഈ ചാറ്റിലുള്ള ഇവരുടെ ഒരു സാങ്കല്പികമായിട്ട് ഒരു ആളെ സൃഷ്ടിച്ചാണല്ലോ ചാറ്റ് ചെയ്യുന്നത്. ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന സ്ത്രീക്ക് അത് തന്നെ കളിപ്പിക്കുകയാണെന്നൊന്നും അറിയുന്നില്ല. അവർ അതിൽ ഭയങ്കരമായിട്ടും അഡിക്റ്റഡായി, ഭ്രാന്തമായിട്ട് അതിനകത്ത് ഇൻവോൾവായി. 100 കണക്കിന് അക്കൗണ്ടിലൂടെയാണ് അവർ കാമുകൻ എന്ന് പറഞ്ഞാൽ ഈ 2 പെൺകുട്ടികളാണ്, ഈ 2 യുവതികളാണ് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കാമുകൻ പറഞ്ഞു ഒരിക്കലും ഒരു ഗർഭം ഉണ്ടാവരുത് ഭർത്താവിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ മറ്റേ സൈഡിൽ നിൽക്കുന്നവർ ഈ കുട്ടിയെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷേ ഇവള് അതിൽ എത്രത്തോളം ഭ്രാന്തമായിട്ട് ഇൻവോൾവ് ആയോ അതുപോലെ തന്നെ അവൾ അപകടത്തിലോട്ട് മാറാൻ തുടങ്ങി. ഭർത്താവിൽ നിന്ന് ഗർഭിണിയായി. അത് കാമുകനെ അറിയിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇവൾ ആ കൈക്കുഞ്ഞിനെ കൊല്ലുകയാണ്. അപ്പം ഇവളുടെ ഈ ഒരു അറസ്റ്റ് നടന്നപ്പോഴത്തേക്കാണ് മറ്റു 2 യുവതികൾ ഭയന്നുപോയി. ഇനി തങ്ങളുടെ അടുത്തോട്ട് പോലീസ് എത്തുമെന്ന് ഭയന്നാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു വിധിയാണെന്ന്. 3 സ്ത്രീകൾ ഒരു തമാശയിൽ നിന്ന് അവർ തുടങ്ങിയതായിരിക്കും. ഒരുപാട് പേര് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കബളിക്കപ്പെടുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് നമ്മൾ ചിലപ്പോൾ ചില വാർത്തയിലൊക്കെ കണ്ടിട്ടില്ലേ, കാമുകൻ നേരിട്ട് കാണാമെന്ന് പറഞ്ഞു, നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പെൺകുട്ടി തലകറങ്ങി വീണു, 60 വയസ്സുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ളത്. അപ്പം ഇവരെങ്ങനെ കാണാതെ എങ്ങനെയാണ് ഇത്രയും ഇൻവോൾവ് ആവുന്നത്? ഒരാളിൽ എങ്ങനെ കാണാതെ ഇൻവോൾവ് ആവുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. അവരുടെ ആ ഒരു എന്ന് പറഞ്ഞാൽ തോന്നും പണ്ടത്തെ കാലങ്ങളിലൊക്കെ തൂലിക സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ശരിയാണ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രമാത്രം അപകടങ്ങളിലോട്ട് പോയി ചാടുന്നില്ലായിരുന്നല്ലോ അന്ന്. അതോ നമ്മൾ അറിഞ്ഞില്ലയോ? അറിയത്തില്ല. പക്ഷെ ഒരു സിനിമ ഞാൻ എപ്പോഴും ഈ വാർത്ത വായിച്ചപ്പോൾ ഓർത്തു. ശ്രീനിവാസിൻ്റെ പാവം രാജകുമാരൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ ശ്രീനിവാസിനെ കൂട്ടുകാർ വട്ട് കളിപ്പിച്ച്, പക്ഷെ അതൊരു കോമഡി സിനിമയായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രത്തിൻ്റെ ഫീലിങ്സ് ഒന്നും നമുക്കത്രയും അങ്ങനെ വലുതായിട്ട് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ സങ്കടത്തോടെ അല്ല നമ്മളത് കണ്ടത്, ചിരിച്ചോണ്ട് കണ്ടൊരു സിനിമയാണ്. പിന്നെ അതിനൊരു ക്ലൈമാക്സ് ഒക്കെ ഹാസ്യമായിരുന്നു, ക്ലൈമാക്സ് നല്ലതാണ്. അപ്പം അങ്ങനെ പോയി. പക്ഷേ ഇപ്പോഴത്തെ ഒരു സൈബർ വേൾഡിൽ, സൈബർ യുഗത്തിൽ ഇതെന്ന് വെച്ചാൽ ഒരുപാട് വരുന്നുണ്ട്. അത് ഇപ്പം ഈ കുട്ടിയുടെ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും എനിക്കറിയില്ല. ഞാൻ ആ കേസ് ഇത്രയും പത്രത്തിൽ വായിച്ചൊരു അറിവ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ അതല്ലാതെ വിദ്യാഭ്യാസവും ഉദ്യോഗവും ഒക്കെ ഉള്ളവർ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വല്ലാതെ പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ചില ഈ എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പ് തന്നെയാണ് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതിലൂടെയാണ് ഒരുപാട് പേര് ഡിപ്രഷനിലായി ഞങ്ങളെയൊക്കെ തേടി വരുന്നത്. ഫാമിലി കൗൺസിലിങ്ങിൽ തന്നെ ഇപ്പം ഹസ്ബൻഡും വൈഫായിട്ടുള്ള പ്രശ്നം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നമുക്ക് എളുപ്പമാണ് ഹാൻഡിൽ ചെയ്യാൻ. ഹസ്ബൻഡിനെയും വൈഫിനെയും കൂടെ വിളിച്ചു വരുത്തുന്നു, കാര്യങ്ങൾ പറയുന്നു. ഇത് അങ്ങനെയല്ലല്ലോ. എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പിലെ പ്രോബ്ലം വരുമ്പോൾ ഇപ്പം ഞാനൊക്കെ റിലേഷൻഷിപ്പ് കൗൺസിലറാണ്. അപ്പം ഞങ്ങളുടെ ഇപ്പം ഒരു എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പിൽ ആണാകട്ടെ പെണ്ണാകട്ടെ വരുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആളെ നമുക്ക് ഒരു തരത്തിലും നമ്മൾ പറയാൻ പറ്റില്ല, ദേ നോക്ക് ഇങ്ങനെ ഒരാളെ നിങ്ങൾ വേദനിപ്പിക്കുക. ഒരിക്കലും നമുക്ക് അങ്ങനൊരു ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. എങ്കിൽ പോലും ചില അവസ്ഥകളിൽ നമ്മൾ സംസാരിക്കാറുണ്ട്, അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നവരോട് സംസാരിക്കാറുണ്ട്. നിങ്ങളൊന്ന് ഇവരെ ഓക്കെ ആക്കിയിട്ട് എന്ന് സംസാരിക്കേണ്ടി വരാറുണ്ട്. പക്ഷേ ഇതുപോലെ പറ്റിക്കപ്പെടുന്നവരുണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, എന്താ അങ്ങനെ പറ്റിക്കപ്പെട്ടത്? നിങ്ങൾക്ക് ഇത്രയും ചോദിച്ചു പോണെയാണ്. നമുക്കറിയാം മനസ്സാണ്, മനുഷ്യനാണ്, ഒക്കെ
ഒക്കെ അറിയാം, എങ്കിലും ചിലപ്പോൾ ചോദിച്ചു പോകുമ്പോൾ അവർ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ കൊതിച്ചൊരു സ്നേഹമാണ് മാഡം തന്നത്, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു സ്നേഹമാണ്, ഒരാളിൽ നിന്നും കിട്ടാത്തൊരു സ്നേഹം, എൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആരിൽ നിന്നോ കിട്ടാത്തൊരു സ്നേഹം കുറച്ച് നാളെങ്കിൽ കുറച്ച് നാൾ എനിക്ക് തന്നപ്പോൾ ഞാനങ്ങ് പെട്ടുപോയി എന്ന് പറയും. അപ്പം നമ്മളിങ്ങനെ നോക്കിയിരിക്കും. ശരിയാ, മനുഷ്യന്മാർക്ക് ഭയങ്കര ക്രേവിങ് ആണ്. മനുഷ്യർക്ക് സ്നേഹം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ക്രേവിങ് ആണ്. അത് ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം കിട്ടുമ്പോൾ അവർ സ്വയം മറന്നു പോവാണ്. അപ്പം അത് ഇത്രമാത്രം വലിയൊരു ക്രൈമിലോട്ടാണ് കൊണ്ടെത്തിക്കുന്നത്, ഒന്നും ചിന്തിക്കുന്നില്ല. ചിലപ്പോൾ ചില കേസിൽ നമുക്ക് അതിശയം വരുന്നതെന്ന് വെച്ചാൽ വലിയ ഒരു സമ്പത്തും ഒക്കെ ഉള്ള ഒരു ജീവിതത്തിൽ നിന്നും അതൊന്നുമില്ലാത്ത, ഒട്ടും യോജിക്കാത്ത ആളുകളുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന സ്ത്രീകളുണ്ട്. ചില കേസിൽ ഭർത്താവിനെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ച് അവരൊക്കെ പറയുന്ന ആ ഒരു കഥയാണ്, കുറച്ച് നാളെങ്കിൽ കുറച്ച് നാൾ എനിക്ക് സ്നേഹം കിട്ടി. ഈ കുട്ടി ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അവൾ അറിഞ്ഞത് താൻ ഇത്രമാത്രം ക്രൂരമായിട്ട് കബളിക്കപ്പെട്ടു. അതുപോലെ ആ മറ്റു പെൺകുട്ടികളും അവരും ഇതൊന്നും വിചാരിച്ചിട്ടായിരിക്കത്തില്ലല്ലോ തുടങ്ങിയത്, അവരൊരു തമാശയ്ക്ക് തുടങ്ങിയതായിരിക്കും. ആ ശ്രീനിവാസന്റെ സിനിമയിലെ പോലെ ഒരു തമാശയ്ക്ക് തുടങ്ങിയതാണ്, കയ്യിൽ നിന്ന് പോയി. നമുക്ക് മനുഷ്യന്റെ മനസ്സുകളെ വെച്ചിട്ട് ഉള്ള ഒരു കളി അങ്ങ് നിർത്തണം. പക്ഷെ എങ്ങനെ പറ്റുന്നല്ലേ, നമ്മളെല്ലാവരും എന്താ പറയുക, പാവം മനുഷ്യരാണ്. പക്ഷേ ആരുടെയൊക്കെ ജീവിതത്തിലെ മോശം ചാപ്റ്റേഴ്സും ആണെന്ന് പറയില്ലേ, എന്ന് പറയുന്ന പോലെ ആ കുഞ്ഞ് പാവം ഭൂമിയിലോട്ട് വന്നിട്ട് സ്വന്തം അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്നാല് എന്നിട്ട് ആ സ്ത്രീ എന്ത് നേടി? എന്നാൽ ഇതൊക്കെ എത്ര കഥകൾ ഇങ്ങനെ ആവർത്തിച്ചാലും വീണ്ടും 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 ഓരോ മനുഷ്യരും ഓരോ സമയത്തും ഇരയാക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. കാരണം സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ക്രേവിങ് എന്നൊക്കെ പറഞ്ഞാലും എന്താണ്, നമുക്ക് ഉൾക്കണ്ണുകൊണ്ട് കാണാൻ പറ്റണം. ചില ചില കാര്യങ്ങൾ നമ്മൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. ഈ മുഖമില്ലാതെ വരുന്ന ചാറ്റുകൾ ഒരിക്കലും നിങ്ങൾ കാണാൻ പറ്റാത്ത ആ ഒരേ സമയം എത്ര പേർക്ക് വേണമെങ്കിലും നമുക്ക് ഒരേ സമയം ചാറ്റ് ചെയ്തൂടെ? അപ്പോൾ ഈ മുഖമില്ലാതെ വരുന്ന ചാറ്റുകൾ എന്തിനാ, അത് അറിയാത്ത ആളുകളെ എന്തിനാ അക്സെപ്റ്റ് ചെയ്യുന്നത്, എന്തിനാ അത്രയും നമ്മൾ നിന്ന് കൊടുക്കുന്നത് അല്ലേ? ശ്രദ്ധിക്കണം. നമുക്ക് എന്തൊക്കെയെന്ന് പറഞ്ഞാലും നന്നായിട്ട് ശ്രദ്ധിക്കണം. വ്യക്തമായിട്ട് അറിയാത്ത ഒരാളുടെയും എന്താ